ആരാ? അമ്മ, അമ്മ. ഇതാ വരുന്നു മോനെ. എത്ര മഴ പെയ്താലും നമുക്ക് മാത്രം കറണ്ടില്ല. നിന്നെ കാണാനാണ് ഞാൻ വന്നത്. ഒരു അപകടം നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് നിന്നെ കണ്ടു പറയാൻ. ഇനി വരാനിരിക്കുന്നതാണ് യഥാർത്ഥ പരീക്ഷ. ആ കണ്ണീര് തുടക്കേ. മരണത്തിന്റെ തീയെ അണയ്ക്കാൻ കഴിയാത്തതായ ഉപ്പുവെള്ളമാണ്. തുടക്കേ. നീ അമ്മ അകത്തേക്ക് കൊണ്ടുപോ. ശിവ, ഇന്നേക്ക് 39-ാം ദിവസം സൂര്യൻ ഉദിക്കുന്നത് നിന്റെ മരണശീട്ടുമായിട്ടായിരിക്കും. ഒരു ശത്രു, ഒരസുരൻ നിന്നെ തേടിയെത്തും. ഇവിടെ കൊടുങ്കാറ്റ് പോലെ അവൻ വരും. നീ ദിനവും കുമ്പിടുന്ന ഒരാൾ ദൈവത്തിനും നിന്നെ അവനിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അവനെ തടയാൻ രണ്ട് ശക്തികൾക്കേ സാധിക്കൂ. ആ രണ്ടുപേരുടെയും നാമം ഒന്നു തന്നെ, ശിവൻ. മുരുദേശ്വര ക്ഷേത്രം, ആത്മശൈലങ്ങളുടെ നാഥൻ വാഴുന്നിടം. അവിടെ ചെന്ന് ആ ആത്മലിംഗത്തിൽ സ്വയം അർപ്പിക്ക്. പാതി അവൻ ചെയ്യും, 2ാം പാതി നീയാണ്. ഒളിച്ചോടരുത്. സ്വന്തം അസ്ഥികൾ കൊണ്ട് വജ്രായുധം ഉണ്ടാക്കുക. സ്വദേഹീയത്തിന് ആയുധമാക്കിയ നരനെ വെല്ലുവാൻ നാരായണന് പോലും കഴിയില്ല. നിന്റെ അമ്മയെ വിളിക്കുക. ഞാൻ വന്നതും പറഞ്ഞതും ഒന്നും ആരും അറിയണ്ട. ഇനിയുള്ള 39 ദിവസം ഈ ഭസ്മം നിന്റെ മകനെ കാക്കും. വിജയം നിനക്കാണോന്ന് അറിയില്ല. ആണെങ്കിൽ മാത്രം ഞാൻ ഇനിയും വരും. എന്താടാ അണ്ണാ ചതിച്ചി? ആരാ? എന്താ മക്കളെ? അത് ഒന്നുമില്ല, ഒരു കാര്യം പറയാൻ. ഒരു വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു. എനിക്കും കൂടെ എടുത്തോ. അണ്ണാ ചതിച്ചു. അവൻ വരണം. ഭാസ്കരൻ ഇന്നിപ്പോ സിറ്റിന്ന് കിട്ടിയ ന്യൂസാ. പിച്ചക്കാരന്മാരുടെ അടുത്തുകൾ ജയിലിൽ നിന്ന് വന്നപ്പോ പറഞ്ഞതാ. ഈ വരണ 15 അവൻ പുറത്തിറങ്ങും. 7 ദിവസത്തെ പരോളിൽ. അവന്റെ പെണ്ണിന് ദീനം കൂടുതലെന്ന് പറഞ്ഞാണ് അവരെ ഭാസ്കരൻ ഉപേക്ഷിച്ചിട്ട് കൊല്ലനുണ്ടായി. നിങ്ങൾ തൽക്കാലത്തേക്ക് എവിടെങ്കിലും മാറി നിൽക്കുന്നതാണ് നല്ലത്. ഏതു മാളത്തിപ്പ് വിളിച്ചാലും കാച്ചും എന്നാണ് പറഞ്ഞേക്കണം. ജൂലൈ 7. ഇന്നേക്ക് 39-ാം ദിവസം. 39-ാം ദിവസം.